അസ്സലാമു അലൈക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഐസ്ക്രീം ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് നട്ട്സ് ഹണി ഐസ്ക്രീം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തണുപ്പിച്ച ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും നമ്മളിതിനകത്തേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ വെക്കുന്ന ബൗള് ഒരു ഐസ് ക്യൂബ്സ് ഇട്ട ബൗളിന് മുകളിൽ വെക്കുകയാണെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതല്ല മിക്സിയുടെ ജാറോ വിസ്കോ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുക്കണം. ഇപ്പോൾ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്തിട്ട് ബാക്കി തേൻ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1/4 കപ്പ് വീതം കണ്ടൻസ്ഡ് മിൽക്കും തേനുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് തന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ക്രീം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡിൽ ഒരുപാട് ക്രീം ഇരിക്കും. അപ്പോൾ അത് നമുക്ക് ഒട്ടും കളയാതെ തന്നെ എടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഉയർത്തിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്രീം ഫുള്ള് നമുക്ക് ആ ബൗളിലേക്ക് കിട്ടും. കണ്ടോ? ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു സ്പാക്ചുല കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാൻ 1/2 കപ്പ് കാഷ്യൂ നട്ടും ആൽമണ്ട്സും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇത് എടുക്കണം. ആദ്യം കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാവധാനത്തിൽ മിക്സ് ചെയ്താൽ മതി, ഒരുപാട് സ്പീഡിലൊന്നും മിക്സ് ചെയ്യണ്ട. ഇനി നമുക്ക് ബാക്കി നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്രീമൊക്കെ ഇവിടെ നട്ട്സുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേണം ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പാക്ചുല കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ക്ലീൻ റാപ്പ് വെച്ച് ഇതൊന്ന് കവർ ചെയ്യാം. ഐസ് ക്രിസ്റ്റൽസ് ഈ ഐസ്ക്രീമിന് മുകളിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു 10 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം, ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. പത്ത് മണിക്കൂർ കഴിഞ്ഞു ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ ഐസ് ഇതിലേക്ക് പിടിച്ചിട്ടില്ല. ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക്